ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫാമിലി. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗുരുവായൂർ പോയ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇനി സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഞാൻ അതിന് ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ രണ്ടും കൂട്ടിച്ചേർക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരെല്ലാവരും പറഞ്ഞു വേണ്ട, രണ്ടും വേറെ വേറെ പാർട്ടായിട്ടിടാന്ന്. അതാണ് കേട്ടോ. അപ്പോൾ ഇൻട്രോ ഞാൻ പറയാണ്. പിന്നെ ഇത് ഞങ്ങൾ ബീച്ചിൽ പോണ വീഡിയോ മാത്രമാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്നതും പിന്നെ നമ്മുടെ ഋഷിക്ക് ഗിഫ്റ്റ് കൊടുക്കണ വീഡിയോയും കൂടിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം 21-ാം തീയതിയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അല്ല, 20-ാം തീയതി ആയിരുന്നു ഞങ്ങൾ ബീച്ചിൽ പോയി. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി, കുളിച്ചു ബീച്ചിലൊക്കെ. പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തത് 21-ാം തീയതിയാണ്, എൻ്റെ വക ഗിഫ്റ്റാണ്. അപ്പോൾ ആ ഗിഫ്റ്റ് എന്താണെന്നൊക്കെ ലാസ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാം കേട്ടോ, സ്കിപ്പ് ചെയ്യേണ്ട, എല്ലാവരും കാണണം. ഓക്കെ, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കണം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ റൂമിലെത്തി. എന്തിട്ടാ കിടന്നുറങ്ങുകയാണ് ഗൈസ്. ഉറങ്ങിക്കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബീച്ചിൽ പോവും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കും. അപ്പോൾ ഋഷിക ഇങ്ങോട്ട് വാ. അവൾ കരയാണ് ഫോണിന്. കുറേ നേരം കരഞ്ഞു. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാര്യം കുറേ നേരം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കായിരുന്നു. അപ്പോൾ ഫോൺ ക്ലോക്ക് റൂമിലായിരുന്നു. പിന്നെന്താ, പിന്നെ ഫുഡ് കഴിച്ചു, ഫോൺ എടുത്ത് വന്നു. ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങും ഗൈസ്. അപ്പോൾ ഉറങ്ങി കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ എങ്ങടാണ്, ബീച്ചിൽ പോവാണ്. അപ്പോൾ ഇപ്പോൾ ടൈം വന്നിട്ട് 5 മണിയൊക്കെ ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ പാർക്കിൽ പോവാണ്. ഇത്തിരി നേരം ഒന്ന് കളിക്കാനാണ്, ജസ്റ്റ് വെറുതെ. ഞാനും കയറുന്നുണ്ട് ഗൈസ്. എങ്ങടോടി? ഓക്കെ ഗൈസ്, ഞങ്ങൾ പോയി കളിക്കുകയാണ്. അപ്പോൾ അമ്മ വീഡിയോ എടുക്കും. നല്ല കാറ്റുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള വെയിലും ഉണ്ട് കേട്ടോ. മുടിയൊക്കെ അതേ പറന്നു പോണ്. ഓക്കെ, ഞാൻ അമ്മയുടെ ഫോൺ കൊടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ പോയി കളിക്കുകയാണ്. ആകെ കരിവാളിച്ച് ഉപ്പ് തന്നെ അമ്മ. അപ്പോൾ ഗായ്സ്, ഇതെന്ന് പറഞ്ഞാൽ ഋഷിക്കൊക്കെ കളിക്കായിരുന്നു. അപ്പം ഞാനും കയറിയിട്ടോ, എനിക്കിത് കണ്ടപ്പോൾ കയറാൻ തോന്നി. അപ്പോൾ ഞാൻ കയറി. എനിക്ക് ആ വളഞ്ഞ് പോണയിലായിരുന്നു കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു വളഞ്ഞ് പോണയിലേക്ക് കയറാമെന്ന്. അപ്പോൾ ഇത് അമ്മയായിരുന്നു എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കയറി. പക്ഷേ എനിക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നടന്നൊക്കെയാണ് അതുമ്മക്കൂടെ വന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോയാൽ ഒരു ഫ്രണ്ടിനെയൊക്കെ കിട്ടും. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു ഫ്രണ്ടിനെ കിട്ടി. അവളുടെ ആവണിന്നാണ് വിളിക്കുക. പിന്നെ ശരിക്കത്തെ പേരെന്തോ ശ്രീ അങ്ങനെ എന്തോ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ സണ്ണിനൊക്കെ കാണിച്ചു തരാണ്. അപ്പോൾ ഋഷിക അവളുടെ അടുത്ത് ഓരോന്നൊക്കെ സംസാരിച്ചിട്ട് നിൽക്കായിരുന്നു. 5-ലാട്ടോ പഠിക്കണേ. ഇവിടെ അടുത്താണ് കേട്ടോ വീട്. അപ്പോൾ നമ്മൾ കടലമ്മ കള്ളീന്ന് എഴുതി വെക്കാണ്. അമ്മ സ്പെല്ലിങ് ശരിയാണ്. മാച്ചു കേട്ടോ, നല്ല തിരുമാല വെച്ചു കൊടുക്കമ്മ. കണ്ണ് പോവാറായിണ്ട്. വലുത് വരുന്നുണ്ട് കേട്ടോ. നീ എങ്ങനെയാ? അത് ന്യായല്ലേ? അയ്യോ, ലാടി തവളയുടെ
ഇതെങ്ങനെയാ തിരമാല വരുന്നേ? അത് മാറ്റി പോവാറായി. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ബസ് കാത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ അവിടുന്ന് ഞങ്ങൾ മാങ്ങ കഴിച്ചു, പാനിപ്പൂരി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ദേ ഇവിടെ വന്നിട്ട് ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ മാങ്ങ സൂപ്പറാണെന്ന്. പാനിപ്പൂരി ഇന്നലെ കഴിച്ചതിനേക്കാൾ സൂപ്പറായിരുന്നു കേട്ടോ. ഇന്നത്തെ നല്ല ടേസ്റ്റാണ്, പൊളി. 2 പാനിപ്പൂരി ഇന്നലെ ഒന്നായിട്ട് കഴിച്ചു. പിന്നെ 2 മാങ്ങ വാങ്ങിച്ചു. ഋഷികയ്ക്ക് എനിക്ക് വരണം. നല്ല രസമുണ്ടായിരുന്നു. 10 രൂപയായിരുന്നു മാങ്ങയ്ക്ക്, പാനിപ്പൂരിക്ക് 50. അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോകുന്നത്. മാറിക്കയറണം. ചെവിയിലൊക്കെ വെള്ളമൊക്കെ കയറിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ മാറിക്കയറണം. ബസ് ചാവക്കാട് വരെ ഒരു ബസ്സുണ്ട്. ചാവക്കാട് ബീച്ചിൽ നിന്ന് ചാവക്കാട് വരെ ബസ്സുണ്ട്. പിന്നെ ബീച്ച് ടു ഗുരുവായൂർ. എന്നിട്ട് നമ്മൾ നിൽക്കുന്നത് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലാട്ടോ. ഇനി ബസ്സിൽ കയറിയിട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഗുരുവായൂരിൽ നിന്ന് പോവാണ്. ഇപ്പോൾ ഗുരുവായൂരായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കൃഷ്ണഗിരി ആ മഞ്ഞ ഫ്ലാറ്റിൽ നിന്ന് ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഫ്ലാറ്റിലായിരുന്നു. നല്ല വണ്ടികളുണ്ട്. കൃഷ്ണ കരുണ എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റിലായിരുന്നു നിന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് പോവാണ്. കുറച്ചും കൂടി നേരത്തെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫുഡ് വാങ്ങാമായിരുന്നു. ഇപ്പോൾ വൈകി ഗ്യാസ്, അതുകൊണ്ടാണ് വാങ്ങാറുള്ളത്. അല്ലെങ്കിൽ മസാല ദോശ വാങ്ങി പോവാം. ഓക്കെ, ഓട്ടോ വിളിക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പോകുമ്പോൾ എത്തി. അവിടെ നിർത്തിയിട്ടേക്കാം കേട്ടോ. ഗൈസ്, ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വീട് കുറേ ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ല വീടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഋഷികയ്ക്ക് കൊടുത്ത ഗിഫ്റ്റാട്ടോ. ആ മോതിരം ഞാൻ കൊടുത്തതാണ്. ഇപ്പോൾ ഞങ്ങൾ 6 മണി നേരത്താണ് വന്നത്. ഇപ്പോൾ ഒരു 7:13 നമ്മൾ ഋഷിക്ക് സർപ്രൈസ് കൊടുക്കുകയാണ്. ഇതിൽ പാനിട്ട് വയ്ക്കുക. അപ്പൊ ഇതൊക്കെ എന്തിനാ? നിനക്ക് നെഹടയിലെ വെറുതെ അച്ഛനോട് പ്രിന്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കി. അത് 7 വർഷമായി നീ വന്നിട്ടുണ്ട്. ഇത് ജേർണലിൻ്റെ ബുക്ക്. ഇത് ബർത്ത്ഡേ കാർഡ്. പറഞ്ഞു നോക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടായ? ഇതൊക്കെ നേഹനോട് വെറുതെ പറയാൻ പറഞ്ഞ നീ? അല്ലല്ല, ഞാൻ നേഹയ്ക്കാന്ന് പറഞ്ഞത് നിന്നോട് കള്ള.
അച്ഛൻ പ്രിന്റ് എടുത്തിട്ട് വന്നു. അച്ഛാ, ആണോ? ഇതൊക്കെ അച്ഛൻ print എടുത്തതാണോ? ഇഷ്ടായ? ഏത് ഗിഫ്റ്റ് ഇഷ്ടായ? മോതിരാണോ ഇതാണോ? രണ്ടും ഇഷ്ടായി. മോതിരം കാണിച്ചോട്ടേക്ക്. സ്ക്വിഷിയ. ഈ കുറച്ച് പേപ്പർ വെട്ടിയില്ലേ, അതും കൂടി ഇടാറുന്നില്ലേ? ആ അത് ഞാൻ ഇടാന്ന് വെച്ച് പിന്നെ അമ്മ അത് ഞാൻ കൊണ്ട് കത്തിച്ച് കളഞ്ഞത്. ഞാൻ ഇട്ടില്ലായിരുന്നു, പിന്നെ അത് കൊണ്ടുപോയില്ലല്ലോ നമ്മൾ പോയിപ്പോ. ഋഷികയുടെ ഗിഫ്റ്റ് കാണിക്കലാണ്. അപ്പോൾ ഋഷിക ഇല്ല, ഋഷികയ്ക്ക് വീഡിയോയിൽ വരാൻ മടിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതേ പകുതിയൊക്കെ അവൾ ഉപയോഗിച്ചപ്പോൾ ഇതേ തീർന്നു. എന്താണെന്നറിയില്ല, പെട്ടെന്നൊക്കെ തീർക്കണം ആള്. ദേ ഈ ഒരു സ്റ്റിക്കറാണ്. ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് പ്രിൻ്റ് എടുത്തിട്ട് സെല്ലോ ടൈപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതെ ഇതും പിന്നെ അതെ ഇതും പിന്നെ അതെ ഇതും. ഇതിലത്തെ തീർന്നു, ഇതിലുണ്ടായിരുന്നതാണ് തീർന്നു. അതെ ഇത് രണ്ടും. പിന്നെ ഇതേപോലെ തന്നെ വേറെ ഒരെണ്ണമായിരുന്നു. ഞാൻ ഇതിൽ ഒട്ടിച്ച് വന്നപ്പോൾ തികഞ്ഞില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എന്തിട്ടാ പിന്നെ അതെ ഈ ഒരു സ്കുഷി സെല്ലോ ടൈപ്പ് തീർന്നു കേട്ടോ. ഇതിൽ തന്നെ ഒട്ടിച്ചപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒട്ടിക്കാൻ പറ്റിയില്ല. ഞാൻ എന്തായാലും വേറെ ഉണ്ടാക്കി കൊടുക്കും. വേറെ ഉണ്ടാക്കി കൊടുക്കും. അത് ഇനി അവളുടെ ഏപ്രിൽ 5-ാം തീയതി ജനിച്ച ദിവസം. ഇത് ഞങ്ങൾ നാളായിട്ടാണ് എടുത്തേക്കണത്. ഏപ്രിൽ 5-ാം തീയതി ജനിച്ച ദിവസമാണ്. പിന്നെ ഗൈസ് ഈ ഒരു സംഭവം എനിക്ക് ഇന്നൊരു ജേർണൽ ചെയ്യണം, സെറ്റാക്കാം. ഇന്നൊരു ജേർണൽ ചെയ്യണം. പിന്നെ അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം, സെറ്റ്. പിന്നെ ദേ ഈ ഒരു ബുക്ക്, ഇതൊക്കെ അവൾ ഒട്ടിച്ചതാട്ടോ. ഇതും ഇതൊക്കെ ഞാൻ വരച്ചതാണ്. ഇതും ഞാൻ എഴുതിയതാണ്. ഇത് അവൾ ഒട്ടിച്ചതാണ്. ഇതൊന്നും ഉണ്ടാക്കണമെന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, വീഡിയോ കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇത് ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. പിന്നെ അതെ മാർച്ച് മാസം. അപ്പം ഞാനിതിൽ വേണമെങ്കിൽ ഒരെണ്ണം ഒട്ടിക്കാം. നമുക്ക് ഒട്ടിച്ച് കാണിച്ചായിരുന്നല്ലോ. ഇതൊക്കെ അതേ പൊളിഞ്ഞു പോകുന്നു. ഇത് പറിച്ചെടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്കിത് പതുക്കേനെ പറിച്ചെടുക്കണം. അവളറിഞ്ഞ എന്നെ കൊല്ലൊന്നുമില്ല, എന്നോട് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ എന്നോട് നാളെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്നെ അടിക്കും. ഇത് ചിലതൊക്കെ ആയിട്ട് കൂട്ടി ഒട്ടിയിരിക്കുക, അതാണ് പ്രശ്നം. നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ നമുക്ക് ജേർണൽ ബുക്കിന് വേണമെങ്കിൽ അവൾക്ക് കുറച്ചുകൂടി ക്യൂട്ട്നെസ് ആവട്ടെ എന്ന് വെച്ചിട്ട് ദേ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ കുറച്ച് ക്യൂട്ടാവട്ടെ എന്ന് വെച്ചിട്ട് ഞാനിത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഓക്കെ ഗായ്സ്, സെറ്റാണ്. അയ്യോ ഒട്ടിക്കാൻ സ്ഥലമില്ലേ ഗായ്സ്. ഇവിടെ സെറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഒരെണ്ണമാണ്. പിന്നെ നമ്മുടെ ഗായ്സ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കണ്ടോ, ഇതൊരു ബർത്ത്ഡേ കാർഡാണ് കണ്ടോ. ഹാപ്പി ബർത്ത്ഡേ ഋഷിക. മിറർ ലെറ്റർ പോലെ ആയിരിക്കും, ഞാൻ വായിച്ചു തരാം. പിന്നെ എന്നിട്ട് എഴുതിയേക്കണം ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഋഷിക ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സിസ്റ്റർ. പിന്നെ ഐ ലവ് യു ഡി. പിന്നെ ഐ ലവ് യു സോ മച്ച്. കുറേ ഉണ്ട്. യു ആർ മൈ യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെറുതെ എഴുതി വെച്ചാണ്, യൂണിവേഴ്സ് ഒന്നല്ല. പിന്നെ അതെ കുറച്ച് ഒരു തിളങ്ങണ സാധനമില്ലേ, അത് ഞാൻ വരച്ച് പഠിച്ചതിൻ്റെ ആ ഒരു ഇതിലാണ് ഞാനിങ്ങനെ വെറുതെ വരച്ചത്. പിന്നെ യു ആർ മൈ സൺഷൈൻ, അത് ഞാനിവിടെ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എഴുതിയതാണ്. യു ആർ മൈ എർത്ത്. പിന്നെ അങ്ങനെയൊക്കെ എന്തൊക്കെ എഴുതി വെച്ചു. യു ആർ മൈ പ്രിൻസസ്, ഐ ലവ് യു, അങ്ങനെയൊക്കെ എഴുതി വെച്ചു. പിന്നെ ദേ എല്ലായിടത്തും ഉണ്ടാവും ഈ സംഭവം, കുറച്ച് എസ്തറ്റിക് ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ ദേ ഇവിടെ ഒരു ക്യൂട്ട്. പിന്നെ ഇവിടെ ഇതൊക്കെ കൊള്ളായി, വരച്ച് കൊള്ളായി. പിന്നെ ദേ ഈ സംഭവം സ്റ്റിക്കർ, അത് ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൊടിച്ചതാണ്. പിന്നെ ഇത് 7 വർഷമായി നീ വന്നിട്ട് 4 തീയതി. പിന്നെ മന്ത്സ് 24.057 മന്ത്സ്, അതായത് മാർച്ച് 20-ാം തീയതിക്ക് അവൾ ജനിച്ചിട്ട് അത്ര ഇതായി എന്നാണ് പറയുന്നത്. പിന്നെ വീക്സ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. 365.25 വീക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ്. അവളുടെ അല്ല, ഇത് ഞാൻ വരച്ചതാണ്. അവൾക്ക് ഇതെല്ലാം ഞാൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഇതെല്ലാം ഞാൻ ചെയ്യുമ്പോൾ അവൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇതും പിന്നെ ഈ ബർത്ത്ഡേ കാർഡ്, ഈ ബുക്ക് ചെയ്യുമ്പോൾ, ഈ പെൻ ഹോൾഡർ ചെയ്യുമ്പോൾ അവൾ ഉറങ്ങി, അല്ലെങ്കിൽ ഞാൻ അവൾ എന്തായാലും ഒപ്പം എടുത്തായിരുന്നു. കാര്യം അവൾക്ക് ഇത് കാണുമ്പോൾ അവൾക്ക് വേണം എന്നായിരിക്കും.
അപ്പോൾ ഈ സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൾ എൻ്റെ ഒപ്പമായിരുന്നു. അപ്പോൾ അവൾക്ക് അത് വേണമെന്ന് വിചാരിച്ച് നമ്മളത് കൊടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമല്ലേ. അതായത് ഈ സാധനം കാണാണ്ട് ചെയ്യണേക്കാൾ നല്ലത് ഞാൻ വിചാരിച്ചു ഇതവളെ കാണിക്കാം. കണ്ടിട്ട് ഇപ്പോൾ അവൾ എന്നോട് ഈ ഫ്രെയിം അവളുടെ വീട്, അതായത് കുട്ടിപ്പര പോലത്തെ അവിടെ വെക്കാൻ വേണ്ടി എന്നോട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അവൾക്ക് അതൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ ദേ അയ്യോ ഈ ഫ്രെയിം ഞാൻ പറഞ്ഞു ഒരു ഹലോ കിറ്റിയുടെ പടവും ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ദേ ഇവിടെ ഒരു ഇത് സ്റ്റിക്കർ ആൻഡ് ഈ പെൻ ഹോൾഡർ ഞാൻ വെറുതെ 10 ഗിഫ്റ്റ് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. 9 ഗിഫ്റ്റ് കൊടുത്തോളൂ. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു പെൻ ഹോൾഡർ കേട്ടോ, കണ്ടോ, ബാക്കിൽ ഒട്ടിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ പശയില്ലായിരുന്നു, മാമൻ്റെയോടെയാണ്. അപ്പം ഞങ്ങളുടെ പോകുമ്പോൾ വേണം ഒട്ടിക്കാൻ. പിന്നെ ഇതൊരു ഗിഫ്റ്റ് കേട്ടോ, ഹലോ കിറ്റിയുടെ ഫ്രെയിം ഒരു ഗിഫ്റ്റ്, പെൻ ഹോൾഡർ ആൻഡ് ഈ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് ഒരു ഗിഫ്റ്റ്. പിന്നെ ഈ ബർത്ത്ഡേ കാർഡ് ഒരു ഗിഫ്റ്റ്, ബുക്ക് ഒരു ഗിഫ്റ്റ് ആൻഡ് സ്ക്വിഷി ഒരു ഗിഫ്റ്റ് ആൻഡ് ഇത്. അപ്പോൾ ഇത് 1-മത്തെ, ഇത് 2-മത്തെ, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6, ഇത് 7. അപ്പോൾ അവളുടെ കൈമ കിടക്കണം മോതിരം 8-മത്തെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയോ, 8-മത്തെ ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തു. മോതിരം ഇതേപോലത്തെ ഒരു സാധനമാണ്, അതേപോലത്തെ ഒരു മോതിരമാണ്. അപ്പോൾ 7 ഗിഫ്റ്റ് ഞാൻ അവൾക്ക് കൊടുത്തു 7-മത്തെ ബർത്ത്ഡേക്ക്. എൻ്റെ ആഗ്രഹം 10 കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു ഇതോട്ട് എന്നിട്ട് 7 ഗിഫ്റ്റ് കൊടുക്കാം 7-മത്തെ ബർത്ത്ഡേക്ക്. അപ്പോൾ ഇത് 7 ഗിഫ്റ്റാണ്. പിന്നെ അവളുടെ കൈ കിടക്കണം മോതിരം എത്ര അത് ഞാൻ എൻ്റെ ഒരു പൈസ ചെറുതായിട്ട് ഞാൻ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഗോള് വെച്ചിട്ട് എന്താ ഒരു സാധനം ഉണ്ടാക്കുന്നത്, ഗോള് വെച്ചിട്ട് കുടുക്ക ഉണ്ടാക്കുന്നില്ലേ, അത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം അതിൽ ഞാൻ പൈസ രക്ഷിക്കാനെ കാണിക്കണില്ല, മൂഡ് ഓഫിലല്ല, ഡ്രസ്സ് ഇട്ടില്ല, അതുകൊണ്ടാണ്. മോതിരം തന്നെ അവർക്ക് മോതിരം കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ, ഇതാണ് എൻ്റെ 8-മത്തെ ഗിഫ്റ്റ്. കാര്യം 8-മത്തെ ബർത്ത്ഡേ അല്ലെങ്കിലും ഇതാണ് മോതിരം. 7 ഗിഫ്റ്റ് ഇത് കൊടുത്തു. പിന്നെ മെയിൻ ഗിഫ്റ്റായിട്ട് 8-മത്തെ ഗിഫ്റ്റ് അത് കൊടുത്തു. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ.